നിക്ഷേപ പദ്ധതികൾ ചർച്ചയ്ക്കായി കിറ്റെക്സ് സംഘം അല്പസമയത്തിനകം ഹൈദരാബാദിലെത്തും. തെലങ്കാന വ്യവസായ വകുപ്പ് മന്ത്രി KT രാമറാവുമായി കിറ്റെക്സ് MD സാബു M ജേക്കബിന്റെ നേതൃത്വത്തിലുള്ള 6-അംഗ സംഘം ചർച്ച നടത്തും. സ്വന്തം ഇഷ്ടപ്രകാരം പോകുന്നതല്ലെന്നും ആട്ടിയോടിക്കുന്നതാണെന്നും ഹൈദരാബാദിലേക്ക് തിരികെ മുൻപ് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ വെച്ച് സാബു പറഞ്ഞു. എത്ര കാലം നമുക്ക് ഒരാൾക്ക് ഈ ആട്ടും തുപ്പും ചവിട്ടും തൊഴിയും ഒക്കെ സഹിച്ച് ഇവിടെ നിൽക്കാൻ സാധിക്കും? പിടിച്ചു നിൽക്കാവുന്നതിൻ്റെ പരമാവധി ഞാൻ ശ്രമിച്ചു, പക്ഷേ സാധിച്ചില്ല എന്നുള്ളതാണ്. എൻ്റെ പിതാവിൻ്റെ വലിയൊരു സ്വപ്നമായിരുന്നു കേരളത്തിൽ ആയിരക്കണക്കിന് 10,000-കണക്കിന് ആളുകൾക്ക് തൊഴിൽ കൊടുക്കണം എന്നുള്ളൊരു സാഹചര്യം. പക്ഷേ ഇന്നിപ്പോൾ ഞാൻ സ്വന്തമായിട്ട് പോകുന്നതല്ല, എന്നെ ആട്ടി ഓടിക്കുന്നതാണ്, ചവിട്ടി പുറത്താക്കുന്നതാണ്. കേരളത്തിൽ ഒരു വ്യവസായിക്കും ഇതുപോലൊരു അനുഭവം ഉണ്ടാവാൻ പാടില്ല. കേരളം മാറണം, ചിന്തിക്കണം. 53 വർഷമായിട്ട് കേരളത്തിലൊരു വ്യാവസായിക ചരിത്രം വിപ്ലവം സൃഷ്ടിച്ച ഒരു വ്യവസായിയുടെ അവസ്ഥയാണിതെങ്കിൽ നമ്മൾ ആലോചിക്കണം. 10,000-ഉം 20,000-ഉം ഒക്കെ മുടക്കി അവൻ്റെ ജീവിതം തന്നെ പണയം വെച്ച് ബിസിനസ് നടത്തുന്നവരുടെ അവസ്ഥ എന്താണെന്നുള്ളത്. ഡാനി പോൾ വിവരങ്ങൾ നൽകുമൊപ്പം ന്യൂസ് 18 തെലങ്കാന ബ്യൂറോ ചീഫ് സഞ്ജയ് തിവാരിയും ഈ ചർച്ചയുടെ ഏറ്റവും പുതിയ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ആദ്യം ഡാനി പോളിലേക്ക്. ഡാനി, വളരെ പ്രധാനപ്പെട്ട ഒരു ചർച്ചയ്ക്കായി ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു വ്യവസായി തെലങ്കാനയ്ക്ക് തിരിച്ചു കഴിഞ്ഞു. വിമാനത്താവളത്തിൽ വെച്ച് മാധ്യമങ്ങളെ കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞത് തന്നെ ആട്ടിപ്പായിക്കുകയാണ്, താൻ മനസ്സോടെ പോകുന്നതല്ല എന്ന് പറയുമ്പോൾ ഇത്തരത്തിലൊരു സംവിധാനം ഒരുക്കി തെലങ്കാന ഗവൺമെന്റ് അദ്ദേഹത്തെ അങ്ങോട്ട് സ്വകാര്യ ജെറ്റിലടക്കം വിളിക്കുമ്പോൾ സ്വാഭാവികമായും ഇക്കാര്യത്തിൽ ഏതാണ്ട് അദ്ദേഹം നിശ്ചയിച്ചുറപ്പിച്ചു തന്നെയാണ് പോകുന്നത് എന്ന് വേണ്ടേ കണക്കാക്കാൻ? അല്പസമയം മുമ്പാണ് തെലങ്കാന വ്യവസായ വകുപ്പ് മന്ത്രിയുമായി ചർച്ച നടത്താൻ സാബു M ജേക്കബ് തെലങ്കാനയിലേക്ക് തിരിച്ചത്. അല്പസമയത്തിനും അദ്ദേഹം അവിടെ എത്തും എന്ന് മനസ്സിലാകുന്നു. തന്റെ ഇഷ്ടപ്രകാരം പോകുന്നതല്ല എന്ന് സാബു M ജേക്കബ് നേരത്തെ മാധ്യമങ്ങളോട് വ്യക്തമാക്കിയിരുന്നു. തന്നെ ആട്ടിയോടിക്കുന്നതാണ് എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പരാമർശവും അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായി. ഡാനി പോൾ ചെയ്തു. ഡാനി, എന്റെ ചോദ്യം കേട്ടെങ്കിൽ മറുപടി. ഡാനി, ഈ നേരത്തെ വിമാനത്താവളത്തിൽ വെച്ച് സംസാരിച്ച സാബു M ജേക്കബ് കൃത്യമായി പറഞ്ഞത് തന്റെ മനസ്സോടെ പോകുന്നതല്ല. ഇത്ര വലിയ സംവിധാനങ്ങൾ ഒരുക്കി അവിടെ ഒരു സർക്കാർ അദ്ദേഹത്തെയും 6-അംഗ സംഘത്തെയും കൊണ്ടുപോകുമ്പോൾ സ്വാഭാവികമായും ഏതാണ്ട് നിശ്ചയിച്ചുറപ്പിച്ച യാത്ര തന്നെയല്ലേ അത്? തീർച്ചയായും രഞ്ജിത്ത്. കാരണം ഇത്തരം സംവിധാനങ്ങൾ ഒരുക്കിക്കൊണ്ട് ഹൈദരാബാദിലേക്ക് കൊണ്ടുപോകുമ്പോൾ ഇത് സംബന്ധിച്ച് ഈ വ്യവസായ നിക്ഷേപം സംബന്ധിച്ച് നിശ്ചയമായും ഒരു അന്തിമ തീരുമാനം, അതിൽ ഒരു അന്തിമ ധാരണയെങ്കിലും അതിൽ ഉണ്ടാകും. അതിന്റെ ഒരു പ്രഖ്യാപനം ഒരുപക്ഷെ നീണ്ടേക്കാമെന്ന് മാത്രമേ ഉള്ളൂ. അത് കാരണം അവിടെ മുഖ്യമന്ത്രിയുമായും അതോടൊപ്പം തന്നെ വ്യവസായ മന്ത്രിയുമായും നേരിട്ട് ചർച്ച നടത്തുന്നു. മുതൽ മുടക്കേണ്ട വ്യക്തിയും അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കമ്പനിയിലെ തന്നെ ഉദ്യോഗസ്ഥരും അവിടെയുണ്ട്. അതുകൊണ്ട് തീരുമാനങ്ങൾ അവർക്ക് ആ ഒരു മേശയ്ക്കിരുപുറമിരുന്ന് തീരുമാനിക്കാവുന്ന കാര്യങ്ങൾ മാത്രമായിട്ട് അത് ഒതുങ്ങുമ്പോൾ ഇത് സംബന്ധിച്ച ഒരു തീരുമാനം ഉടൻ ഉണ്ടാകേണ്ടതുണ്ട് എന്ന് സാബു ജേക്കബിനും അത് വളരെ വ്യക്തമായിട്ട് അറിയാം. പ്രത്യേകിച്ച് ഇത്തരം ഒരു കാര്യങ്ങൾ നീട്ടിക്കൊണ്ടുപോകാൻ കഴിയുകയുമില്ല. ഈ നിക്ഷേപം സംബന്ധിച്ച് അത് വലിയ രീതിയിലൊരു വിവാദവുമായി മാറിക്കൊണ്ടിരിക്കുന്നു. സംസ്ഥാന സർക്കാരുമായിട്ട് തന്നെ ഒരു വ്യവസായി നേർക്കുനേർ ഏറ്റുമുട്ടുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ അതുകൊണ്ട് തന്നെ ഈ നിക്ഷേപം അത് സംബന്ധിച്ച് ഇനിയും ചർച്ചകൾക്ക് ഇടമുണ്ട് എന്ന് പറയുമ്പോൾ പോലും അത് എത്ര കണ്ട എന്ന സംശയമുണ്ട്. അതുകൊണ്ട് ഈ ഒരു കാര്യത്തിലുള്ള ഒരു അന്തിമ തീരുമാനം ഒരുപക്ഷെ ഈ യാത്ര കൊണ്ട് തന്നെ ഉണ്ടായേക്കാം. കാരണം അത്തരം ഒരു തീരുമാനം വേഗത്തിലെടുത്തുകൊണ്ട് ഇത് പുറത്ത് സാധിക്കാൻ കഴിയും എന്ന സാബു ജേക്കബിനെ പോലുള്ളൊരു വ്യവസായിക്ക് തെളിയിക്കേണ്ട ഒരു ബാധ്യതയും അദ്ദേഹത്തിന് കൂടിയുണ്ട്. അതുകൊണ്ട് ഈ ഒരു യാത്രയിൽ തന്നെ ഒരുപക്ഷെ ഈ ഒരു കാര്യത്തിൽ ഈ ഒരു നിക്ഷേപ പദ്ധതി 3000 കോടിയിലധികം രൂപയുടെ ഒരു നിക്ഷേപ പദ്ധതി ഇത് സംബന്ധിച്ചൊരു ധാരണ ഈ യാത്ര കൊണ്ട് തന്നെ ഉണ്ടായേക്കുമെന്നാണ് ഏതാണ്ട് സൂചനകൾ ലഭിക്കുന്നത്. കാരണം മറ്റ് സംസ്ഥാനങ്ങളെല്ലാം തന്നെ വലിയ പാക്കേജുകൾ സംബന്ധിച്ച് അദ്ദേഹത്തിന് മുന്നിലുണ്ടെങ്കിൽ കൂടിയും ഏറ്റവും എളുപ്പത്തിൽ തന്നെ ഇത് തെളിയിക്കേണ്ടതുണ്ട്. മാത്രവുമല്ല തെലങ്കാനയാണ് രാജ്യത്ത് തന്നെ ഏറ്റവും വലിയ രീതിയിൽ തന്നെ മുൻപന്തിയിൽ നിൽക്കുന്നത്. വ്യവസായ നിക്ഷേപം സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ മുൻപന്തിയിൽ നിൽക്കുന്നത്, അത്തരമൊരു സൗഹൃദ അന്തരീക്ഷത്തിൽ മുൻപന്തിയിൽ നിൽക്കുന്നത് തെലങ്കാനയാണ്. അതുകൊണ്ട് ഈ ഒരു കാര്യം സാബു ജേക്കബിനും തെളിയിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഈ യാത്രയിൽ ഒരുപക്ഷെ തീരുമാനം ഉണ്ടായേക്കും എന്ന് തന്നെയാണ് സൂചനകൾ ലഭിക്കുന്നത്. രഞ്ജിത്ത്, തെലങ്കാന ന്യൂസ് 18 തെലങ്കാന ബ്യൂറോ ചീഫ് സഞ്ജയ് തിവാരിയും നമ്മോടൊപ്പം ചേരുന്നു. സഞ്ജയ് തിവാരി, ഹാസ് ദ കിറ്റെക്സ് ടീം അറൈവ്ഡ്? വെൻ വിൽ ദ ഡിസ്കഷൻ ബിഗിൻ?
Yes, the MD of Keytex Group, Mr. Sibu M. Jacob has arrived here in Hyderabad at Begumpet Airport for 2-day visits. So, I mean, here is the team. You can see we are giving this picture from the Begumpet Airport, Hyderabad, and this team is here, and they will go to ITC Kakatia. Hello, Mr. Sibu. Sir, Mr. Jacob. Yeah. Mr. Jacob, so you are here in Hyderabad. So many people of different states have visited you to invite you. Now you are here in Hyderabad. Yes. What expectation you have? See, we are going to discuss, on the invitation we came here, we are talking about, big project. So only after discussion with the ministers and, all the officials, I can tell you something. Sir, it is a 2-day visit. I mean, Yes. Thank you. So Mr. Jacob is now. I mean, they are leading to the CM house, where the meeting is going to be happen, and within a few minutes, first they reach to Hyderabad after hotel. After his refreshment, they will reach to the Pragati Bhavan, the CM's residence, where the Industry and Commerce Minister, Mr. KT Rama Rao is waiting for him, and the meeting Okay, Sanjay, will were start. you able to speak Lunch to meeting government will officials? start here. Do we know what are the offers given by the Telangana government to Kitex? Present at that meeting, and the focus is of Telangana government is to make this investment feasible, or for Telangana, and it will divert this investment towards the Telangana. Yeah. Okay, Sanjay, do you know what offers Telangana government given to Kitex? Ranjit, Can you hear me? can you repeat your question? Were you able to speak to the government officials? yes. What are the offers given by Telangana government to Kitex? Actually, Ranjit, they are ready to offer the land where he want to make this, April and the industrial park. So Mr. Jacob and his team is in 2-day visits. They will stay here in Hyderabad for 2 days. Tomorrow afternoon they will leave Hyderabad. So in the meanwhile, after this meeting, probably they will visit a few places also, the suitable places, and they have the discussion. They would like to know from the government officials that what rebates they are going to offer them. And as of now, as we discussed with Mr. Jacob, exclusively they told to News 18 that they are very keen, they are very focused, and they are in a positive sign to and they have whatever the initial talks is happened between the Telangana government officials and the Keytex Group. Everything is fine, and now they are looking forward in that regard. Yeah. Okay, what are the salient features of Telangana's industrial policy? Is it okay for Kitex? Yeah, definitely. The Telangana, actually, the government is planning to invite huge investment in different sectors. Hyderabad is the hub of different multinational companies are here in IT sector, in drug pharmaceutical industry. So now the cotton industry would flourish here, and the huge employment will generate because of this investment if it is happen here in Hyderabad. So now the government is very positive in that regard. And the industrial policies are also made in this sense so that the investors can come and invest here in Telangana. The slogan which the Telangana government has given, that Bangaru Telangana. Bangaru means the golden Telangana. So their perspective is that the maximum investment should come to Hyderabad. And in that regard, if Keytex Group can ready to invest here, Okay, being a new state aspiring to develop, they will be keen to attract as many investors as possible, right? Yes, Ranjit. Okay, Mr. Sanjay, thank you for giving us all the exclusive inputs and visuals. We will keep coming back to you more on discussions. സാബു എം ജേക്കബ് പ്രതികരിച്ചിരുന്നു. നേരത്തെ സഞ്ജയുമായി, അദ്ദേഹത്തെ തെലങ്കാന ബ്യൂറോ ചീഫ് സഞ്ജയുമായി അദ്ദേഹം സംസാരിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക് തെലങ്കാനയിൽ എത്തിയതിനു ശേഷമാണ് അദ്ദേഹം ന്യൂസ് 18 ഈ എക്സ്ക്ലൂസീവായിട്ടുള്ള ഇൻ്റർവ്യൂ നൽകിയത്, അഭിമുഖം നൽകിയത്. അതിലേക്ക്
talking about, big project. See, we are going to discuss, on the invitation we came here, we are talking about, big project. So only after discussion with the ministers and, all the officials, I can tell you something. ഏതായാലും തെലങ്കാനയിൽ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. 1 മണിക്കാണ് അവിടുത്തെ സർക്കാർ പ്രതിനിധികളുമായുള്ള ചർച്ച. മന്ത്രിമാർ അദ്ദേഹത്തെ കാത്തിരിക്കുന്നു. തെലങ്കാന അയച്ച പ്രത്യേക വിമാനത്തിൽ 6 സംഘമാണ് സാബു ജേക്കബിനൊപ്പം തെലങ്കാനയിൽ എത്തിയിരിക്കുന്നത്. ന്യൂസ് 18 തെലങ്കാന ബ്യൂറോ ചീഫ് സഞ്ജയ് തിവാരി ഇതിന്റെ അപ്ഡേഷൻസ് നൽകിക്കൊണ്ടിരിക്കും. ഇനിയുള്ള ബുള്ളറ്റിനുകളിലും എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള വിഷ്വൽസും നമ്മൾ അത്തരത്തിൽ പ്രേക്ഷകരിലേക്ക് എത്തിക്കും. വളരെ പ്രധാനപ്പെട്ട ചർച്ച നടക്കുന്നു. തെലങ്കാനയ്ക്ക് അവരുടെ ഒരു പുതിയ സ്റ്റേറ്റ് എന്ന രീതിയിൽ നിരവധിയായ നിക്ഷേപങ്ങൾ സ്വീകരിക്കേണ്ടതുണ്ട്. അതിന്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് അവർ ഈ സർക്കാർ തലത്തിൽ ഉള്ള ക്ഷണമുണ്ടാകുകയും സാബു ജേക്കബ് അവിടെ എത്തുകയും ചെയ്തു. ഡാനി ഇപ്പോൾ തുടരുന്നു. ഡാനി, ഏതാണ്ട് കാര്യങ്ങൾ വ്യക്തമായി വരുന്നു. കിറ്റക്സ് ഒരുപക്ഷെ ആ തരത്തിൽ അവരുടെ നിക്ഷേപം തെലങ്കാനയിൽ തന്നെ തുടർന്നേക്കും, അങ്ങനെ വേണം കരുതാൻ, അല്ലേ? ഇപ്പോഴുള്ള സാഹചര്യത്തിൽ അങ്ങനെ തന്നെ വേണം കരുതാൻ രഞ്ജിത്ത്. കാരണം എല്ലാ സാഹചര്യങ്ങളും അതിന് അനുകൂലമായ രീതിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. അവരുടെ നിലപാടുകളും ഏതാണ്ട് ആ രീതിയിലേക്ക് തന്നെ വരുന്നു. കാരണം സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്ന് അനുകൂലമായ ഒരു നിലപാട് എന്നതിനേക്കാൾ അപ്പുറം അതിൽ ഒരു അനുതാപമായിട്ടെങ്കിലും ഒരു പ്രകടനം ഉണ്ടാകുമെന്നുള്ളൊരു പ്രതീക്ഷ അവർക്കുണ്ടായിരുന്നു. പക്ഷെ അതും ഉണ്ടാകുന്നില്ല. യാതൊരു രീതിയിലും കാര്യങ്ങൾ അന്വേഷിക്കാൻ തയ്യാറാകുന്നില്ല. അതുകൊണ്ട് ഇന്ന് അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ ഇത് ഒരു ആട്ടിപ്പായ്ക്കലാണ് സംസ്ഥാനത്ത് നിന്ന്. അതുകൊണ്ടാണ് ഞങ്ങൾ ഇത് പോകുന്നത്. അത്രമാത്രം സങ്കടങ്ങൾ ഈ കാര്യത്തിൽ സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നുവെന്ന് കിറ്റക്സ് MD ആയ സാബു ജേക്കബ് പറഞ്ഞത്. അതുകൊണ്ട് ഇതിൽ ഒരു തീരുമാനം എടുത്ത് പോരുവാൻ തന്നെയുള്ള മുഴുവൻ സാധ്യതയും നിലനിൽക്കുന്നുണ്ട്. അതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് അദ്ദേഹം തെലങ്കാന സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ പ്രകടമായ ഒരു അഭിപ്രായമാണ്. കാരണം തെലങ്കാനയാണ് നിലവിൽ രാജ്യത്ത് തന്നെ ഏറ്റവും കൂടുതൽ റേറ്റിംഗ് ഉള്ള, വ്യവസായങ്ങൾക്ക് കൂടുതൽ ഒരു സൗഹാർദ്ദപരമായ അന്തരീക്ഷവും അനുകൂല സാഹചര്യമുള്ള ഒരു സംസ്ഥാനം എന്ന രീതിയിൽ രാജ്യത്ത് തന്നെ ഏറ്റവും കൂടുതൽ റേറ്റിംഗ് ഉള്ള ഒരു സ്ഥലം തന്നെയാണ്. അത് മാത്രവുമല്ല, ഏറ്റവും കൂടുതൽ ഓഫർ വന്നിരിക്കുന്നത് വിവിധ രീതിയിൽ അദ്ദേഹം നൽകിയിരിക്കുന്ന ഓഫറുകളും അതിൽ പ്രകടമാണ്. അപ്പോൾ അത്തരം കാര്യങ്ങളെല്ലാം തന്നെ ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് കൂടുതലായിട്ട് തന്നെ സാധ്യതയുള്ളത്. മാത്രവുമല്ല, ഇന്ന് പോയിരിക്കുന്ന സംഘത്തിൽ അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരടക്കം, അതായത് ഒരു തീരുമാനം എടുത്ത് മുന്നോട്ട് പോകാൻ കഴിയാവുന്ന രീതിയിൽ അത് ഇംപ്ലിമെന്റ് ചെയ്യാൻ കഴിയാവുന്ന രീതിയിലുള്ള ഉദ്യോഗസ്ഥർ ആ ഒരു വൃന്ദം അദ്ദേഹത്തിന്റെ കൂടെ തന്നെയുണ്ട്. അതുകൊണ്ട് ഇക്കാര്യങ്ങളിലെല്ലാം തന്നെ പെട്ടെന്ന് തീരുമാനമെടുത്ത് പോരേണ്ടതുണ്ട്. മാത്രവുമല്ല, ഒരു വ്യവസായി എന്ന രീതിയിൽ ഇത് ഇത്രയും കാലമുള്ള ഒരു സാബു ജേക്കബിന്റെ ഒരു മേൽവിലാസം എന്ന് പറയുന്നത് തന്റെ ഒരു ഇച്ഛാശക്തി കൊണ്ട് പടുത്തുയർത്തിയ ഒരു വ്യവസായ സ്ഥാപനം അദ്ദേഹത്തിന്റെ പിതാവിന്റെ കാലം തൊട്ട് അത് കൂടുതൽ ഒരു വളർച്ചയിലേക്ക് വന്നിട്ട് അതിനുശേഷം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതിനെല്ലാം തന്നെ സഹായിച്ചത് പൊതുവിലും തന്നെ അവരൊരു നിലപാടുകളും അതോടൊപ്പം തന്നെ അവർ അതിൽ നടപ്പാക്കിയ തീരുമാനങ്ങളും തന്നെയായിരുന്നു. അങ്ങനെ പറയുമ്പോൾ ഇതിൽ ഒരു പങ്കുവെക്കുന്നു. വളരെ പ്രധാനപ്പെട്ട വിവരങ്ങളാണത്. ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ, ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ ചർച്ച ആരംഭിക്കുകയും അതുമായി ബന്ധപ്പെട്ട